ഈ ദിവസം ഛത്തീസ്ഗഡിൽ വളരെ സുപ്രധാനമായ ഒരു ഓപ്പറേഷൻ നമ്മുടെ സുരക്ഷാ സേന ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അടുത്ത വർഷം മാർച്ച് മാസം 31 എന്നൊരു ഡെഡ് ലൈൻ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരായി നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുകയാണ്. അതായത് അടുത്ത വർഷം മാർച്ച് മാസം അവസാനത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ഇല്ലാണ്ടാക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങി ഒരു കാലഘട്ടങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരശക്തികൾക്ക് സ്വാധീനമുള്ള വനമേഖലകൾ കേന്ദ്രീകരിച്ച്, ദണ്ഡകാരുണ്യ വനമേഖല കേന്ദ്രീകരിച്ച് നമ്മുടെ സുരക്ഷാ സേന പ്രത്യേക ഓപ്പറേഷൻ നടത്തുന്നത്. ഇന്നലെ ബിജാപൂരിൽ ആരംഭിച്ച ഈ നിർണായക ഓപ്പറേഷനിൽ 12 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ നമ്മുടെ സുരക്ഷാ സേന വധിച്ചിരിക്കുകയാണ്. ആ ഓപ്പറേഷനിടയിൽ നമ്മളുടെ 5 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ഓപ്പറേഷൻ ആ പ്രദേശത്ത് തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ജിഷ്ണു, ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആ ഒരു ഡെഡ് ലൈൻ അത് മാർച്ച് 31 അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും കുറച്ചു മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനാൽ ഓപ്പറേഷൻ വളരെ ശക്തമാണ്. 12 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം നമ്മുടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ ഓപ്പറേഷനിടയിൽ ജീവൻ പൊലിയുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇപ്പോഴും ബിജാപൂരിൽ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഛത്തീസ്ഗഡിൽ പ്രത്യേകിച്ച് ബസ്തർ മേഖലയിൽ സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ബസ്തർ ബീജാപൂർ വനമേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ CRPFിൻ്റെ കോബ്ര യൂണിറ്റും സംസ്ഥാന പോലീസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. വലിയ ഏറ്റുമുട്ടൽ ബീജാപൂർ വനമേഖലയിൽ നടന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത്. 12 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചിട്ടുള്ളത്. രാജ്യത്തിന് 5 ധീര സൈനികരെ നഷ്ടമായി. മേഖലയിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. കാരണം കൂടുതൽ മാവോയിസ്റ്റ് ഭീകരർ ബീജാപൂർ വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വനമേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. മേഖലയിൽ നിന്ന് AK-47 തോക്കുൾപ്പെടെയുള്ള വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ വിവിധ മേഖലകൾ ജാർഖണ്ഡിലെയും തെലങ്കാന, മഹാരാഷ്ട്ര, ഒഡീഷ മേഖലകളിലെ എല്ലാം തന്നെ വനമേഖലയിൽ നിന്ന് ഒരു പരിധിവരെയും മാവോയിസ്റ്റ് ഭീകരവാദികളെ തുരത്താൻ ഒന്നുകിൽ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലൂടെ ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങി ആ മേഖല പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമാക്കാനോ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ബസ്തർ മേഖലയിൽ ഇപ്പോഴും ആയുധമെടുത്തുകൊണ്ട് തോക്കിൻ കീഴിലൂടെ രാജ്യത്ത് വിപ്ലവത്തിലൂടെ മാറ്റവും സാധ്യമാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഭീകരവാദികൾ ഇപ്പോഴും ബസ്തർ മേഖലയിലുണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ. അത്തരം കീഴടങ്ങാൻ തയ്യാറാകാത്ത ഭീകരവാദികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടിയാണ് സുരക്ഷാ സേന സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രത്യേക ഓപ്പറേഷൻ ബീജാപൂർ വനമേഖലയിൽ ആരംഭിച്ചത്. അതിൽ 12 ഭീകരരെയാണ് വധിച്ചിട്ടുള്ളത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ ചുവപ്പൻ ഭീകരവാദികൾക്ക് വളരെ കൃത്യമായൊരു ഡെഡ് ലൈൻ രാജ്യത്തിൻ്റെ കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും അതിനനുസൃതമായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നുമുണ്ട്. സുരക്ഷാ സേന വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമം അനുശാസിക്കുന്ന തരത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് വരാം, അതല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സൈനിക നടപടി നേരിടേണ്ടി വരും എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം നടപടികളുടെ ഭാഗമായി മുൻപ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരവാദികൾ നിയന്ത്രിച്ചിരുന്ന വികസനത്തിൻ്റെ ഒരു തരിമ്പ് പോലും എത്താതിരുന്ന മേഖലകളിൽ പോലും ഇന്ന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം എത്തുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം എത്തുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതുവരെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പോലും പാറിപ്പറക്കാതിരുന്ന മേഖലകളിൽ ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറുന്നു. സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു. അതെല്ലാം തന്നെ ഈ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻസ് പോരാട്ടം ശക്തമാക്കിയതിൻ്റെ ഫലമാണ്. അതിൻ്റെ ഭാഗമായാണ് ബസ്തറിലെ ബീജാപൂർ മേഖലയിൽ ഇന്നലെ പ്രത്യേക ഓപ്പറേഷൻ CRPFിൻ്റെ കോബ്ര യൂണിറ്റും ഛത്തീസ്ഗഡ് പോലീസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡും ആരംഭിച്ചത്. അതിൽ 12 ഭീകരരെ വധിച്ചു. രാജ്യത്തിന് 5 ധീരരായ സൈനികരെ നഷ്ടമായി. അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ തുടരുന്നത്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുവാനായി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ചതാണ്. ഏതാണ്ട് നക്സൽ ബാരിയിൽ എന്ന പശ്ചിമ ബംഗാളിലെ ഒരു പ്രദേശത്ത് നിന്നും ഇത്തരമൊരു മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയുധമെടുത്തുകൊണ്ട് ചൈനയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു വിപ്ലവം ഇവിടെ സൃഷ്ടിക്കുകയും
ഇവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ലോകമായിരുന്നു ഇവരുടെ സ്വപ്നം. പക്ഷേ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം മൂഢമായ സ്വപ്നങ്ങൾ കാണുന്നത് എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും ആയുധമെടുത്ത് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ആയസ് വരുന്ന മാർച്ച് മാസം അവസാനത്തെ ആഴ്ച വരെ ഉള്ളൂ എന്ന കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ അടിവരയിട്ട് ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ആ നിർണായക ഓപ്പറേഷൻ അവിടെ പുരോഗമിക്കട്ടെ. നമ്മളുടെ സുരക്ഷാസേന മുഴുവൻ ഭീകരവാദികളെയും തുരത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.